ഇപ്പോൾ കലാഭവൻ മണിയുടെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആയിരങ്ങളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി തരിച്ചുകൂടിയിരിക്കുന്നത്. സമീർ ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി വിവരങ്ങളുമായി. സമീർ, കൊച്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരാണ് മണിയെ ഒന്ന് കാണാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾ, അതായത് കലാമേഖലയിൽ നിന്നുള്ളവരല്ല, അത്തരത്തിൽ മറ്റ് പരിചിതരായ ആളുകളല്ല. പക്ഷേ ഇവർക്കെല്ലാം പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നഷ്ടമായ ഒരു ദുഃഖം എല്ലാവരുടെയും മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വികാരഭരിതമായ നിമിഷങ്ങളാണോ ഇപ്പോൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് സമീർ? സൗമ്യ, ഉച്ച മുതൽ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഉച്ച മുതൽ ഇതേ നിൽപ്പാണ് ആളുകൾ എല്ലാവരും തന്നെ. അവർ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം, തങ്ങളുടെ ഇഷ്ടക്കാരനായിട്ടുള്ള തങ്ങളുടെ കലാഭവൻ മണിയെ അവസാനമായി ഒന്ന് കാണണം എന്ന ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ശക്തമായ വെയിലുണ്ട്, ചൂടുണ്ട്. പക്ഷേ ആ ചൂടും വെയിലും ഒന്നും വകവെക്കാതെയാണ് ഈ നിൽപ്പ് ഉച്ച മുതൽ തന്നെ ഇവിടുത്തെ ഈ നാട്ടുകാർ നിൽക്കുന്നത്. അവർക്ക് അത്രമാത്രം എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, തങ്ങളുടെ മണിച്ചേട്ടനെ കണ്ടതിന് ശേഷമേ, അന്തിമോപചാരം അർപ്പിച്ച ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ എന്ന ഒരു നിലപാടിൽ തന്നെയാണ് അവരെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വിവിധ ഇടങ്ങളിൽ ആണ് മരങ്ങളുടെ മുകളിലും അതോടൊപ്പം തന്നെ സമീപത്തെ വീടുകളിലെ ടെറസിന് മുകളിലും അതോടൊപ്പം റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. കലാഭവൻ മണിയെ കാണുന്നതിന്, അന്തിമമായ ഒരു നോട്ടം കാണുന്നതിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടിക്കൊണ്ടാണ് ഇത്രമാത്രം ജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അത്രമാത്രം അവർ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയെ സ്നേഹിക്കാൻ നിരവധി കാരണങ്ങളും അവർക്കുണ്ട്. അവരുടെ ഓരോ വീടുകളിലും നടക്കുന്ന ഓരോ പരിപാടികളിലും അതോടൊപ്പം തന്നെ ഓരോ ആഘോഷങ്ങളിലും അവർ അങ്ങേയറ്റം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു. ആ വ്യക്തി ആ പരിപാടികളെല്ലാം പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പാവപ്പെട്ട നിരവധി കുടുംബങ്ങൾക്ക് അത്താണിയായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് കലാഭവൻ മണി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കലാഭവൻ മണിയുടെ വിയോഗം ഏറെ പ്രയാസത്തോടുകൂടെ, ഏറെ വിഷമത്തോടെയാണ് ആ വിയോഗം തന്നെ അവർ വിശ്വസിക്കുന്നത്. ആ ഒരു വിയോഗം സംഭവിച്ചതിൽ അങ്ങേയറ്റം ദുഃഖാർത്ഥരാണ് ഈ നാട്ടുകാർ മുഴുവൻ. ഇപ്പോഴും ഇവർ ഉയർത്തുന്ന ഒരേ ഒരു ആവശ്യം, തങ്ങളുടെ മണിച്ചേട്ടനെ അവസാനമായി ഒന്ന് കാണണം, ഈ ഗേറ്റെല്ലാം തുറന്നു തരൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരോടും ആവശ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ശക്തമായ ഒരു ജനങ്ങളുടെ, കലാഭവൻ മണിയെയും അതോടൊപ്പം തന്നെ മലയാള സിനിമയും സ്നേഹിക്കുന്ന നിരവധി പ്രേക്ഷകരുടെ അതോടൊപ്പം തന്നെ സ്നേഹനിധികളായ നാട്ടുകാരുടെ വലിയ നിര തന്നെയാണ് ഇവിടെയുള്ളത്. ഈ ഉച്ച മുതൽ ആരംഭിച്ച ഇതേ നിലയിൽ ഇപ്പോഴും ആളുകൾ കൂടുതൽ എത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കലാഭവൻ മണിയെ കാണുന്നതിന് വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് ഇത്രമാത്രം ജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി പേര് എത്തിയിട്ടുണ്ട്. വികലാംഗരായ വ്യക്തികളുണ്ട്, വൃദ്ധരായ വ്യക്തികളുണ്ട്, അതോടൊപ്പം തന്നെ മുതിർന്ന നിരവധി പേരുണ്ട്, കുട്ടികളടക്കമുള്ള ആളുകളുമുണ്ട്. കലാഭവൻ മണി എന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രായം നോക്കാതെ എല്ലാവരോടും വളരെ സൗഹൃദപരമായി ഇടപഴകുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ആ ഒരു സ്നേഹപ്രകടനവുമായിട്ട് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിക്കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു കാഴ്ച ഉച്ച മുതൽ ആരംഭിച്ച ഒരു നിൽപ്പാണ്. പൊതുജനങ്ങളെല്ലാവരും അവർക്ക് ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് 4 കൂടെ ആയിരിക്കും മൃതദേഹം ഇവിടെ എത്തുക. അതിനുശേഷം രണ്ട് ഗേറ്റുകളിലായാണ് ഈ വീടിനുള്ളത്. ആ വീടുകളിലൂടെ, ആ 2 ഗേറ്റുകളിന് അകത്തുകൂടെയും പൊതുജനങ്ങളെ കലാഭവൻ മണിയുടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കുമെന്നതാണ് ഇപ്പോൾ പോലീസും അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളടക്കം വേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഈ ആരാധകരുടെ, പ്രേക്ഷകരുടെ, കലാഭവൻ മണിയെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇനി 4 കൂടെയായിരിക്കും മൃതദേഹം ഇവിടെ എത്തിക്കുന്നതും പൊതുദർശനം ആരംഭിക്കുന്നതും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഉള്ള ഒരു പ്രേക്ഷകരുടെ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ മുദ്രാവാക്യങ്ങൾ തന്നെ അവരുടെ സ്നേഹപ്രകടനമാണ്. മണി എന്ന വ്യക്തി, അതായത് കലാഭവൻ മണി എന്ന വ്യക്തി മരിച്ചിട്ടില്ല, നിങ്ങളെന്നും ഞങ്ങൾക്ക് ഊർജ്ജമാണ്,
നിങ്ങളെന്നും ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നു എന്ന മുദ്രാവാക്യ വിളികളുമായാണ് അദ്ദേഹത്തെ ഈ നാട്ടുകാർ യാത്രയാക്കാൻ ഒരുങ്ങുന്നത്. അത്രമാത്രം സ്നേഹം കൊണ്ട് മൂടുന്നു, അത്രമാത്രം ആ വ്യക്തിയെ തങ്ങൾ സ്നേഹിക്കുന്നു എന്ന കാര്യം തന്നെയാണ് അവർ അവരുടെ മുദ്രാവാക്യങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ അവരുടെ വിവിധ പ്രകടനങ്ങളുടെയും കാഴ്ചവെക്കുന്നത്. 4:30 കൂടെയായിരിക്കും ഭൗതിക മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കുന്നത്. അതിനുശേഷം 5 മണി വരെ അരമണിക്കൂറായിരിക്കും മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുന്നത്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്കാര ചടങ്ങുകൾക്ക് ഉള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണകളുമായി അദ്ദേഹത്തിൻ്റെ നിരവധി സുഹൃത്തുക്കളും സ്നേഹനിധികളായ നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ ചോദിക്കാം അവരെങ്ങനെയാണ് അവരുടെ മണിച്ചേട്ടനെ അനുസ്മരിക്കുന്നത് എന്ന്. മണിച്ചേട്ടൻ നല്ലൊരു ആക്ടറാണ്. മണിച്ചേട്ടൻ്റെ വിയോഗം മലയാളത്തിന് തീരാ നഷ്ടമാണ്. മണിച്ചേട്ടനൊരു അവസാന നോക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അകത്തേക്ക് അടുത്തു വിടുന്നില്ല. മണിച്ചേട്ടൻ്റെ വിയോഗത്തിൽ ചാലക്കുടി ആകെ തരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് മണിച്ചേട്ടനെ അനുസ്മരിക്കുന്നത്? മണിച്ചേട്ടനെ പറ്റി ഞങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ട്. ഇതൊരു ഞങ്ങളുടെ ഒരു സങ്കടം തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ല. ഞങ്ങളുടെ ഒരു സഹോദരൻ മരിച്ച ഒരു ദുഃഖമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മണിച്ചേട്ടൻ ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. എങ്ങനെയാണ് നിങ്ങളുടെ മണിച്ചേട്ടനെ നിങ്ങൾ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? നിരവധി ആളുകളാണ് അവിടെ കലാഭവൻ മണിയെ അവസാനമായി ഒരു നോക്ക് കാണാനായി തടിച്ചുകൂടിയിരിക്കുന്നത്. ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഇല്ല, മണി മരിച്ചിട്ടില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന്. ആ വിധത്തിൽ വികാരവായ്പോടുകൂടിയാണ് കലാഭവൻ മണിക്ക് നാട് വിട നൽകുന്നത്. അദ്ദേഹം മരിച്ചു എന്ന് വിശ്വസിക്കാനാകാത്ത വലിയൊരു ആൾക്കൂട്ടമാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഫാൻസ് അംഗങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 5 മണിയോടുകൂടെ എത്തിയ നിരവധി പേരുണ്ട്. ഇന്ന് ചാലക്കുടിയിൽ ഹർത്താലാണ്. ആ ഹർത്താലിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ നിന്നും തെക്കൻ ജില്ലകളിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും ആയിട്ട് വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും നിരവധി പേർ എത്തുകയും ചെയ്യുന്നു. സമീർ, ഒരുപക്ഷെ പല വലിയ വിയോഗങ്ങളും കേരളം കണ്ടിട്ടുണ്ട്. മണിയെ ഇന്ന് ഈ നാട് യാത്രയയക്കുന്നത് ഒരുപക്ഷെ വലിയ കണ്ണീരോടുകൂടിയേ ആർക്കും കാണാനാകുകയുള്ളൂ. ഉറക്കെ മുദ്രാവാക്യം വിളിക്കുകയാണ്, ഞങ്ങളിലൂടെ ജീവിക്കുന്നുവെന്ന്. ഒരുപക്ഷെ അവരുടെ വാക്കുകൾ തന്നെ ആയിരിക്കും മണിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു യാത്രയയപ്പ് എന്ന് പറയുന്നത്. അവരുടെ വാക്കുകളിലേക്ക് തന്നെ പോയാൽ സമീർ, അവരെന്താണ് പറയുന്നത്? അവർ ഉയർത്തുന്ന മുദ്രാവാക്യം, അവരുടെ ഒരേ ഒരു ആവശ്യം, അവർക്ക് അവരുടെ സ്നേഹനിധിയായിട്ടുള്ള കലാഭവൻ മണിയെ ഒരിക്കൽ കൂടി അവസാനമായി കാണണം, അന്തിമോപചാരം അർപ്പിക്കണം, അതിനുള്ള സൗകര്യം ചെയ്യണം എന്ന ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. നമുക്ക് അവരുടെ ആ ഒരു ആവശ്യം തന്നെ കലാഭവൻ മണിയുടെ ആ ഒരു മരണം അവർ വിശ്വസിച്ച് തന്നെ ഏറെ പാടുപെട്ടാണ്. കലാഭവൻ മരിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് എപ്പോഴും ഉള്ളത്. അല്ലെങ്കിൽ ആ ഒരു പ്രതീതിയിലൂടെ തന്നെ തങ്ങൾ ജീവിക്കും. തങ്ങൾക്ക് എന്നും പ്രചോദനമായിരുന്ന, തങ്ങൾക്ക് എന്നും വഴിയായിരുന്ന, തങ്ങൾക്ക് എന്നും സഹായിയായിരുന്ന തങ്ങളുടെ ചേട്ടൻ മരിച്ചിട്ടില്ല. നിങ്ങൾ എന്നും ഞങ്ങളിലൂടെ ജീവിക്കുന്നു, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രചോദനമായ താങ്കളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മരിച്ചിട്ടില്ല, മണിച്ചേട്ടൻ എന്നും ഞങ്ങളിൽ ഒരാളായി ജീവിച്ചിരിക്കുന്നു, എന്നും ജീവിച്ചിരിക്കും എന്ന ആ ഒരു മുദ്രാവാക്യ വിളികളോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള നിരവധി അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. ഏതായാലും കലാഭവൻ മണിയെ അങ്ങേയറ്റം സ്നേഹിച്ച നാട്ടുകാരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന
പ്രേക്ഷകരും അതോടൊപ്പം ഫാൻസ് അസോസിയേഷന്റെ ആളുകളും അടക്കം നിരവധി പേരാണ് അദ്ദേഹത്തെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാഴ്ച നമ്മൾ ഉച്ച മുതൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും അതോടൊപ്പം തന്നെ സമീപത്തെ വീടുകളിലെല്ലാം തന്നെ നിരവധി പേർ എത്തിയിട്ടുണ്ട്. അവരുടെ ടെറസിന് മുകളിലും അതോടൊപ്പം സമീപത്തെ മരത്തിന് മുകളിലുമൊക്കെ കയറിക്കൊണ്ടാണ് കലാഭവൻ മണിയെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ റോഡിന്റെ ഇരുവശങ്ങളും പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ഉച്ചയോടുകൂടി തന്നെ ഇതേ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. വീട്ടിലും ഇപ്പോൾ ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത വിധം തിരക്കായിരിക്കുന്നു. റോഡുകളും 2 റോഡുകളുടെ സംഗമിക്കുന്ന ഭാഗത്താണ് കലാഭവൻ മണിയുടെ വീട്. ഈ വീടിലേക്ക് എത്തുന്ന 2 റോഡുകളും ഉച്ച മുതൽ തന്നെ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് നടക്കാൻ ഓരോ ഇടത്ത് ചവിട്ടാൻ പോലും സ്ഥലമില്ലാത്ത വിധത്തിൽ നിറഞ്ഞിരിക്കുന്നു. മതിലിന് മുകളിലും അതോടൊപ്പം തന്നെ സമീപത്തെ വീടുകളിന് മുകളിലും മരത്തിന് മുകളിലുമൊക്കെ കയറിക്കൊണ്ടാണ് കലാഭവൻ മണിയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിക്കൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ ഇവിടെ കാത്തിരിക്കുന്നത്. ഉച്ചയോടുകൂടെ ആരംഭിച്ച ഈ നിൽപ്പാണ് ഇപ്പോഴും തുടരുന്നത്. ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ഇത്രമാത്രം ചൂടും അത്രമാത്രം പൊടിയുമൊക്കെ സഹിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഈ വിധത്തിൽ നിൽക്കുന്നത്. അവരെല്ലാവരും നെഞ്ചേറ്റിയ, അവർ സ്നേഹിക്കുന്ന, അവർ ആദരിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന അവരുടെ സ്നേഹനിധിയായിരുന്ന കലാഭവൻ മണിയുടെ വിയോഗം അവർ ഏറെ ഞെട്ടലോടുകൂടിയാണ് കേൾക്കുന്നതും ഏറെ പാടുപെട്ടാണ് അവരത് വിശ്വസിച്ചതും. അവസാനമായി അദ്ദേഹത്തിന് കാണുന്നതിനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് നിരവധി പേർ ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ജനങ്ങളുടെ സാന്നിധ്യം, ആ ജനങ്ങളുടെ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാസപ്പെടുന്ന പോലീസിനെയും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരെയുമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത്രമാത്രം നിയന്ത്രിക്കാൻ പാടുപെടുന്ന വിധത്തിൽ ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് നിറഞ്ഞിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. നമുക്കറിയാം, സംഗീത നാടക അക്കാദമി ഹാളിലും അതോടൊപ്പം തന്നെ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. എന്നാൽ അവിടെ ഉണ്ടാകുന്നത് പോലെ അല്ലെങ്കിൽ അതിൽ ഉപരി എന്ന പോലെ തന്നെ ഈ സാധാരണക്കാരനായിട്ടുള്ള അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരായിട്ടുള്ള വ്യക്തികൾ കലാഭവൻ മണിയെ അവസാനമായി കാണുന്നതിന് വേണ്ടിക്കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിധത്തിലുള്ള ഒരു ജനങ്ങളുടെ ഒഴുക്ക് ഉച്ച മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ആ ഒരു സാന്നിധ്യം, ജനങ്ങളുടെ സാന്നിധ്യം ഇപ്പോഴും തുടരുകയാണ്. ഇനി 4:30 കൂടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ വീടായിട്ടുള്ള ചാലക്കുടിയിലെ ഈ വീട്ടിൽ എത്തിക്കുന്നത്. അതിനുശേഷം അരമണിക്കൂറോളം ആയിരിക്കും പൊതുദർശനം ഉണ്ടാവുക. ഇന്ന് അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ചിത ഒരുങ്ങിയിട്ടുണ്ട്. മറ്റ് മത ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ സിനീഷായിരിക്കും ചിതയ്ക്ക് തിരികൊളുത്തുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട്. കലാഭവൻ മണിയെ നെഞ്ചേറ്റിയ ഈ നാട്ടുകാർ, കലാഭവൻ മണി എന്നത് ഈ നാട്ടുകാരുടെ ഒരു നടനോ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു നടൻ എന്നതിനപ്പുറത്ത് ഈ നാട്ടുകാരുടെ സർവോപരി സഹായിയായിരുന്നു, ഒരു പരോപകാരിയായിരുന്നു, ഒരു വഴികാട്ടിയായിരുന്നു. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ഓരോ വ്യക്തികൾക്ക് പ്രായഭേദമന്യേ, ജാതിഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ അർത്ഥത്തിലും ഒരു സഹായിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ അവസാനമായി കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടിക്കൊണ്ട് ഉച്ച മുതൽ ആരംഭിച്ച ജനങ്ങളുടെ ഇതേ ഒരു സ്ഥിതിയാണ്, ഇതേ ഒരു നിൽപ്പാണ് ജനങ്ങളെല്ലാവരും. ഇനി 4:30 കൂടെ മൃതദേഹം വീട്ടിലെത്തും. അതിനുശേഷം ഇവിടെ പൊതുദർശനം ഉണ്ടാവും. അരമണിക്കൂറായിരിക്കും പൊതുദർശനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത്രമാത്രം ജനങ്ങളുടെ ഈ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. അങ്ങനെയാണ് എങ്കിൽ പൊതുദർശനത്തിൻ്റെ സമയം വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇനി 4:30 കൂടെയായിരിക്കും ഇവിടെ മൃതദേഹം എത്തിക്കുന്നതും പൊതുദർശനം ആരംഭിക്കുന്നതും. കലാഭവൻ മണിയുടെ മൃതദേഹം അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വീട്ടുവളപ്പിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. കലാഭവൻ മണിയെ അവസാനമായി ഒരു നോക്ക് കാണാനായി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു മണിയെന്നും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ മണിക്കൂറുകളായി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്നലെ രാത്രി കൂടിയാണ് കലാഭവൻ മണിയുടെ അന്ത്യം സംഭവിച്ചതെങ്കിലും അത് വിശ്വസിക്കാനാകാതെ നടുങ്ങി നിൽക്കുന്ന ചാലക്കുടിയെയാണ് കണ്ടത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി ചാലക്കുടി ഒന്നാകെ ഒഴുകിയെത്തിയിരിക്കുകയാണ്.
ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വീടിൻ്റെ ടെറസിന് മുകളിലും മരങ്ങളിലും ഒക്കെയായി തന്നെ ആളുകൾ കയറിയിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരനെ, അതിനും അപ്പുറത്തേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതനെ, ഒരു സഹോദരനെ, സഹായിയെ ഒക്കെ ആയ മണിയെ ഒരു നോക്ക് കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് അന്തിമ ചടങ്ങർപ്പിക്കാനായി അവിടേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 5 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു തിരക്ക് നേരത്തെയും അത് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചാലക്കുടി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും ആയിരങ്ങളാണ് അദ്ദേഹത്തെ കാണാനായി അവിടെ എത്തിയത്. അവർക്കും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപത്തു നിന്നും കാണാൻ സാധിക്കുന്നത്. സമീർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, നേരത്തെയും ടൗൺ ഹാൾ പൊതുദർശനത്തിന് വെച്ചപ്പോഴും എല്ലാവർക്കും കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞില്ല. കാരണം അതുപോലെ അനിയന്ത്രിതമായ തിരക്കായിരുന്നു. ഇവിടെയും അതുതന്നെയാണ് കാണുന്നത്. ആ ഗേറ്റ് ഒന്ന് തുറന്നാൽ ഓടിയകത്തേക്ക് കയറി തങ്ങളുടെ പ്രിയപ്പെട്ട മണിയെ കാണാൻ ഓടിയകത്തേക്ക് കയറുന്ന ജനങ്ങളെ ആയിരിക്കും, ഒരു സമുദ്രം പോലെ ഒഴുകുന്ന ജനങ്ങളെ ആയിരിക്കും നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം കാണാനുള്ളൊരു സാഹചര്യം ഒരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ളൊരു സാഹചര്യം, എങ്ങനെയാണ്? സൗമ്യ, ഇപ്പോൾ മൃതദേഹം മുറ്റത്തേക്ക് ഇറക്കിയിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഏതാനും ചില മത ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം ഇപ്പോൾ മുറ്റത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഈ മുറ്റത്താണ് പൊതുദർശനമുള്ളത്. ഈ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു. ഇനി 5 മണി വരെയായിരിക്കും ഇവിടുത്തെ പൊതുദർശനം ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടേക്ക് എത്തുന്ന ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സാന്നിധ്യം തന്നെയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തിയിട്ടുള്ള, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായാണ് അദ്ദേഹത്തെ അന്തിമമായി കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടിക്കൊണ്ട് നിരവധി പേർ എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ തെക്ക് വടക്ക് ജില്ലകളിൽ നിന്നായി നിരവധി പേർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിൽ നിന്നും നിരവധി പേർ എത്തിയിട്ടുണ്ട്. സിനിമയെ സ്നേഹിക്കുന്ന, കലാഭവൻ മണിയെ നെഞ്ചേറ്റിയ നിരവധി പേരുടെ സാന്നിധ്യം തന്നെയാണ് ഇവിടെയുള്ളത്. നേരത്തെ കേരള സംഗീത നാടക അക്കാദമി ഹാളിലും അതിനുശേഷം ചാലക്കുടി ടൗൺ ഹാളിലും ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഒരു തിരക്ക് തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ എത്താം. ഇപ്പോൾ കലാഭവൻ മണിയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീടിന് മുറ്റത്ത് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത്രയും ആളുകളെ എങ്ങനെ അകത്തേക്ക് കയറ്റും, ഈ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കും എന്നറിയാതെ കുഴങ്ങുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ, പോലീസ് അടക്കം ഉള്ളവർ. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും അകത്തേക്ക് കയറ്റി തങ്ങളുടെ പ്രിയപ്പെട്ട മണിയെ ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം ഒരുക്കുക എന്ന ഒരു വലിയ കടമ്പ പോലീസുകാർക്ക് മുന്നിൽ ഉണ്ട്. ഇക്കാര്യത്തിലൊക്കെയും തീരുമാനം ആയിട്ടില്ല. ഇവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. തങ്ങൾക്ക് ഇത്ര വളരെ ദൂരത്തു നിന്നും വന്നവരുണ്ട്, തങ്ങൾക്ക് ഒരു നോക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരനെ കാണണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ചാലക്കുടിക്ക് ഒരുപക്ഷെ ചാലക്കുടിയുടെ ഹൃദയനാദം തന്നെയാണ് അസ്തമിച്ചത്, ഇല്ലാതായിരിക്കുന്നത്. ഒരു കലാകാരൻ എന്നതിൽ ഉപരി നാട്ടുകാരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് വലിയൊരു പ്രചോദനമായി നിന്ന് അവരുടെ എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഒരു സഹോദരനെ പോലെ ഒരു സുഹൃത്തിനെ പോലെയൊക്കെ പങ്കുചേർന്ന ഒരാളെയാണ് ചാലക്കുടിക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷെ ചാലക്കുടിയെ ഇത്രയേറെ നിങ്ങൾ മരിച്ചിട്ടില്ല ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ്. ശക്തമായ വെയിലുണ്ട്, ചൂടുണ്ട്. പക്ഷേ ചാലക്കുടി ഇത്രയേറെ മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണി. തൻ്റെ ജീവിത ദിശകളിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള സംഭവങ്ങളെ പല ആവർത്തി ജനങ്ങൾക്ക് മുന്നിലേക്ക് പറയുമ്പോഴും ഒരുപക്ഷെ പലയിടങ്ങളിൽ വെച്ചും അതെല്ലാം ഓർത്ത് പൊട്ടിക്കരയേണ്ട ഘട്ടങ്ങളിൽ കണ്ണ് നനയുമ്പോഴും ഒക്കെ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയായിരുന്നു. ആ ഒരു ലക്ഷ്യമായിരുന്നു കലാഭവൻ മണി എന്ന മഹാനായ മനുഷ്യന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഒരു നടൻ ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയാകണം എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു കലാഭവൻ മണി. പലപ്പോഴും പല നടന്മാരും അല്ലെങ്കിൽ നടിമാരും ഒക്കെ തന്നെയും കേൾക്കാറുള്ള ഏറ്റവും വലിയൊരു ചീത്തപ്പേര് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശസ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വന്ന വഴി മറക്കുക എന്ന ഒരു ക്ലീഷേ അപവാദം തന്നെയാണ്. പക്ഷേ അത്തരം അപവാദങ്ങൾക്കും അപ്പുറത്തായിരുന്നു മണിയിലെ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ
ചാലക്കുടിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഘോഷങ്ങൾക്കും അവൻ്റെ വിഷമങ്ങൾക്കും ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് സന്തോഷിക്കുകയും കരയുകയും ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട ഒരു വലിയ വ്യക്തിത്വത്തെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ വിയോഗം ചാലക്കുടിക്കാരന് താങ്ങാൻ കഴിയുന്നതല്ല. ഒരുപക്ഷെ കേരളത്തിലെ മലയാളികളായ ഒരുപാട് പേർക്ക് അത്തരം പല അനുഭവങ്ങളും ഉണ്ടാകും. മണ്ണിൻ്റെ മണമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് പാട്ടുകളൊക്കെ തന്നെയും അതിലൂടെയൊക്കെ തന്നെയും മനുഷ്യർക്കിടയിൽ ജീവിച്ച, നമുക്കിടയിൽ നമ്മളിൽ ഒരാളായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണി. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. 5 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ജനപ്രവാഹം, ഈ ഒരു ജനത്തിരക്ക് എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയാതെ കുഴങ്ങുകയാണ് പോലീസുകാരും ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും. തിരികെ എത്താം ഒരിടവേളയിലേക്ക് കൂടി. Hi, treatment appointment undu. This way, please. Wow. Welcome to the Golden Glow Fairness Treatment. Irikku. Fair and Lovely Ayurvedic hair cream. Idu verum cream alla, Golden Glow treatment aanu. പുതിയ Fair and Lovely Ayurvedic hair. ഇതിലുണ്ട് കുങ്കുമാതി തൈലം, കുങ്കുമപ്പൂ. ഇവ തരും ഗോൾഡൻ ഗ്ലോ. Wow. ശരിക്കും Golden Glow. Thank you. താങ്കൾക്ക് പറയണോ അതോ ഇതിനോ? പുതിയ Fair and Lovely Ayurvedic hair. നോക്കടാ, എന്ത് രസമായി വീഡിയോ. എടോ വേണ്ട, ഇത്തരം തമാശകൾ ചിലപ്പോൾ കുഴപ്പത്തിൽ ചാടിക്കും. സൂക്ഷിച്ചു നടക്കണം. ആ ശീലമാ നല്ലത്. നീ നിന്റെ ഒരു ശീലവും. ഓഹോ, എടോ പറഞ്ഞതല്ലേ സൂക്ഷിച്ചു നടക്കാൻ. നല്ല ശീലമാ. കോണ്ടം തരൂ പ്ലീസ്. ഞാൻ വേറെ എവിടെ റിസ്ക് എടുത്താലും ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരിക്കലുമില്ല. ഒരു തവണത്തെ അശ്രദ്ധ പോലും HIV, AIDS, ലൈംഗിക രോഗങ്ങൾ, ആവശ്യമില്ലാത്ത ഗർഭധാരണം ഇവയ്ക്ക് കാരണമാകാം. അതുകൊണ്ട് കോണ്ടം ഓരോ തവണയും. ഒരു നല്ല ശീലം. മലയാളിയുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിക്ക് വിട നൽകുകയാണ് മലയാളം. ചാലക്കുടി ഒന്നാകെ അദ്ദേഹത്തെ കാണാനുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സമീർ വഴങ്ങോട് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സമീർ, നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. അവർക്കെല്ലാം കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? പൊതുദർശനം, അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിലുള്ള പൊതുദർശനം ആരംഭിച്ചു എന്നാണ് വരുന്നത്. സൗമ്യ, നമുക്ക് എണ്ണാൻ കഴിയാത്ത വിധത്തിൽ ആയിരക്കണക്കിന് പേര് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം വീട്ടുമുറ്റത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇനി 5 മണി വരെയായിരിക്കും ഈ പൊതുദർശനം ഉണ്ടാവുക. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് 5 മണിക്കകം തന്നെ സംസ്കരിക്കണം എന്നാണ് വിശ്വാസാചാര പ്രകാരമുള്ള കാര്യങ്ങൾ. അത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നീട്ടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരമാവധി പേരെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പൊതുദർശനത്തിൽ വെച്ച് പരമാവധി പേർക്ക് കാണാനുള്ള അവസരം ഒരുക്കുക എന്ന് തന്നെയാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുകയും ഇപ്പോൾ പൊതുദർശനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതും എത്തിവരുമായിട്ടുള്ള ഈ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യം കാരണം 5 മണിക്ക് മുമ്പ് പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. അത്രമാത്രം ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് ഇപ്പോഴും ഇങ്ങോട്ട് തുടരുന്നത്. രാവിലെ 6 മണിയോട് കൂടെ ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ടുള്ള നിരവധി പേർ ഇപ്പോഴും ഇവിടെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം, തെക്ക് വടക്ക് ജില്ലകളിൽ നിന്നടക്കം അതോടൊപ്പം മധ്യ കേരളത്തിൽ നിന്നുമായിക്കൊണ്ടാണ് ഈ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി പേർ എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ആയിരക്കണക്കിന് പേരുടെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ ഇപ്പോഴും പൊതുദർശനം പൂർത്തിയാക്കാൻ പൊതുദർശനത്തിൽ പൂർണ്ണമായും എല്ലാവർക്കും കാണാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയമാണ് ഉള്ളത്. കൂടുതൽ സമയം നീട്ടാൻ കഴിയില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും വിശ്വാസ പ്രകാരം ശിവരാത്രി ആയതുകൊണ്ട് ഇന്ന് 5 മണിക്ക് അകം തന്നെ സംസ്കരിക്കണം എന്നാണ് വിശ്വാസം. ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി 5 മണിക്ക് മുമ്പ് തന്നെ പൊതുദർശനം പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. അതിനകം ഇത്രയും പേർക്ക് കാണാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. ഇവിടെ എത്തിയ എല്ലാവരും മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ ഒന്ന് കാണണം എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് നിരവധി പേരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം എന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യം വിളി ഉണ്ടായത്. തങ്ങൾ നെഞ്ചേറ്റിയ, തങ്ങളെ സ്നേഹിക്കുക, തങ്ങൾ ആരാധിക്കുന്ന തങ്ങളുടെ കലാഭവൻ മണിയെ തങ്ങൾക്ക് അവസാനമായി ഒരു നോക്ക് കാണണം, അതിനുള്ള അവസരം ഒരുക്കണം എന്ന ആവശ്യമാണ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് പേർ ഉന്നയിക്കുന്നത്.
അതിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ കൂടി ഇത്രയും ജനങ്ങളുടെ ഒരു സാന്നിധ്യം കാരണം എല്ലാവർക്കും കാണാൻ കഴിയുമോ എന്നത് സംശയം തന്നെയാണ്. പ്രത്യേകിച്ചും 5 മണിക്ക് അകം പൊതുദർശനം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കാരണം 5 മണിയിൽ കൂടുതൽ അത് നീട്ടാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി പൊതുദർശനം പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ഒരു സമയത്തിനകം തങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന ഒരു സംശയം അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് പേർ പങ്കുവെക്കുകയും ചെയ്യുന്നു. ഏതായാലും 5 മണിയോടുകൂടി തന്നെയായിരിക്കും പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നിശ്ചിത സമയത്തിനകം തന്നെ പൊതുദർശനം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇനി നീട്ടാൻ കഴിയില്ല. എത്ര പേർ എത്തിയാലും 5 മണിക്ക് ശേഷം പൊതുദർശനം നീട്ടാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴും വലിയ രീതിയിൽ ജനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇത്രമാത്രം പേരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ സമീപത്തുള്ള വീടുകളുടെ ടെറസിന് മുകളിലും അതോടൊപ്പം മരക്കൊമ്പുകളിലും മതിലിന് മുകളിലും അതോടൊപ്പം കലാഭവൻ മണിയുടെ വീട്ടിലേക്ക് വരുന്ന റോഡിന്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും ഇപ്പോൾ ജനങ്ങളെ കൊണ്ട് തിരിഞ്ഞു നിറഞ്ഞിരിക്കുകയാണ്. ഉച്ച മുതൽ ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതേ സ്ഥിതിയിൽ അതേ ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. പൊതുദർശനം തുടരുകയാണ്. 5 മണിയോട് കൂടെയായിരിക്കും പൊതുദർശനം പൂർത്തിയാവുക. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സൗമ്യ. സമീർ, നിരവധിയായ കഥാപാത്രങ്ങൾ, ഒരുപക്ഷെ ആദ്യം ഒരു ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയുള്ള കഥാപാത്രങ്ങൾ, അതിനും അപ്പുറത്തേക്ക് പിന്നീട് അദ്ദേഹം നിരവധി ചിത്രങ്ങളിലൂടെ ഒരു നല്ല മനുഷ്യനായി നിന്നുകൊണ്ടുള്ള നിരവധി കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിൽ നിന്ന് നമ്മളിൽ ആരൊക്കെയോ എന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ, അത്തരം കഥാപാത്രങ്ങളും ഒരുപക്ഷെ അദ്ദേഹത്തിനെ അടുത്തറിയാത്തവർക്ക് പോലും തങ്ങൾ തൊട്ടറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം അറിയിപ്പിക്കാൻ ഇത്തരം കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലേ? ഒരുപക്ഷെ ഇന്നൊരു ഈ ചാലക്കുടിക്കാരൻ എന്നതിനപ്പുറത്തേക്ക് ഏതൊരു മലയാളിക്കും മണിയുടെ വിയോഗം ഒരു നൊമ്പരമായി മാറുന്നതൊക്കെ ഈ ഒരു കഥാപാത്രങ്ങളിലൂടെയൊക്കെ അല്ലേ? സൗമ്യ, നമുക്ക് അറിയാം കലാഭവൻ മണി വളർന്നു വരുന്ന ഒരു സാഹചര്യം. അങ്ങേയറ്റം പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വളർന്നു വന്നു. തുടർന്ന് ചാലക്കുടിയിലെ ഒരു ഓട്ടോക്കാരനായി അദ്ദേഹം തുടങ്ങി. പിന്നീടാണ് അദ്ദേഹം മിമിക്രി രംഗത്ത് സജീവമാവുന്നത്. ആ മിമിക്രി രംഗത്ത് സജീവമാവുകയും തുടർന്ന് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നു. സിനിമാ ലോകത്ത് ആദ്യം ഹാസ്യ താരമായി അദ്ദേഹം കടന്നു വരുന്നു. തുടർന്ന് നായകനായും പ്രതിനായകനായും ഒരുപോലെ വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്നു. ഒപ്പം മലയാളക്കരയ്ക്ക് അപ്പുറത്ത് തെലുങ്കിലും തമിഴിലുമടക്കം നിരവധി ചിത്രങ്ങൾ ചെയ്യുന്നു. 200ഓളം ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഈ കുറഞ്ഞ സമയം കൊണ്ട് 45-ാം വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞ് മടങ്ങുമ്പോൾ 200ഓളം സിനിമകൾ അദ്ദേഹം തന്റെ പേരിൽ കുറിച്ചിരിക്കുന്നു. അതും ഓരോ കഥാപാത്രങ്ങളും മലയാളികൾ എന്നതിലുപരി ദക്ഷിണേന്ത്യയിലെ സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, എന്നും അനുസ്മരിക്കുന്ന അത്തരം കഥാപാത്രങ്ങളെ നിറച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയിലും അദ്ദേഹത്തിനൊപ്പം നിന്ന ഒരു നാടാണ് അദ്ദേഹത്തിന്റെ ജന്മനാട്. ആ ജന്മനാടിനെ ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വിയോഗം അവർ ഏറെ ബുദ്ധിമുട്ടി, ഏറെ പ്രയാസത്തോടെ, ഏറെ വിഷമത്തോടു കൂടെയാണ് അവർ അവരുടെ കലാഭവൻ മണി വിട പറഞ്ഞിരിക്കുന്നു എന്ന കാര്യം അവർ വിശ്വസിക്കുന്നത് തന്നെ. ഇപ്പോഴും ആ ഒരു പലർക്കും അത് പറയുമ്പോൾ അവർ കണ്ണീരോടുകൂടെ തന്നെയാണ് അക്കാര്യം അവർ ഓർത്തെടുക്കുന്നത്. തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, തങ്ങളുടെ മണിച്ചേട്ടൻ തങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും കലാഭവൻ മണി മരിക്കുന്നില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ വിളിക്കുന്നു. അദ്ദേഹം എന്നും തങ്ങളുടെ ഒരു സഹോദരനായി തങ്ങൾക്കൊപ്പം ജീവിച്ച വ്യക്തിയാണ്, തങ്ങൾക്ക് സഹായിയായ വ്യക്തിയാണ്, തങ്ങളുടെ മാർഗദർശിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ഒരു വ്യക്തിയുടെ ഒരിക്കലും മരിച്ചു പിരിഞ്ഞിട്ടില്ല. അദ്ദേഹം എന്നും ഞങ്ങൾക്കൊപ്പമുണ്ട്, എന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ പ്രചോദനമായി, എന്നും തങ്ങൾക്ക് അദ്ദേഹം കൂടെയുണ്ട് എന്ന ഒരു വാക്യ വിലകളുമായിട്ടാണ് കൂടിയിരിക്കുന്ന
ആയിരക്കണക്കിന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന്റെ സിനിമകളെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാർ വിളിക്കുന്ന മുദ്രാവാക്യം നിരവധി പേർ ഇപ്പോഴും എത്തുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടുകാർക്ക് അദ്ദേഹം ഈ നാട്ടിലുണ്ടാകുന്ന എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. കല്യാണമാണെങ്കിലും മറ്റ് എന്ത് ചടങ്ങാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ഇല്ലാത്ത ഒരു പരിപാടി ചാലക്കുടിക്കാരില്ലാത്ത ഒരു പരിപാടികളൊന്നും തന്നെ കലാഭവൻ മണിക്കുമില്ല. അതുകൊണ്ട് തന്നെ അത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെ സ്നേഹിക്കുകയും അതോടൊപ്പം എല്ലാ പരിപാടികളിലും പങ്കുകൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കലാഭവൻ മണി. ആ കലാഭവൻ മണി ഇല്ലാതായിരിക്കുന്നു എന്നുള്ള ഒരു അങ്ങേയറ്റത്തെ സങ്കടത്തോടു കൂടെ തന്നെയാണ് അദ്ദേഹത്തെ അന്തിമമായി ഒന്ന് കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടിക്കൊണ്ട് ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലയ്ക്കാത്ത ഒരു ജനപ്രവാഹം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടുമുറ്റത്ത് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. 5 മണിവരെയായിരിക്കും ഈ പൊതുദർശനം ഉണ്ടാവുക. പൊതുദർശനത്തിന് 5 മണിക്ക് അതിൽ തന്നെ ഇത്രയും പേർക്ക് കാണാൻ കഴിയുമോ എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. അത്രമാത്രം പേർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് മത ആചാര പ്രകാരം 5 മണിക്കകം തന്നെ സംസ്കരിക്കണം എന്നാണ് വിശ്വാസം. ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ 5 മണിയിൽ കൂടുതൽ ഇനി പൊതുദർശനം നീട്ടാൻ കഴിയില്ല എന്നതാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അതുകൊണ്ട് തന്നെ 5 മണിക്ക് അകം പൊതുദർശനം പൂർത്തിയാക്കുകയും തുടർന്ന് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. ഇപ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പൊതുദർശനം തുടരുകയാണ്. സൗമ്യ, ഒരുപക്ഷെ സമീർ, ഒരു ഭാഗത്ത് അസ്വാഭാവിക മരണം എന്ന രീതിയിലൊക്കെ കാര്യങ്ങളുടെ അന്വേഷണം ആ വിധത്തിൽ നീങ്ങുന്നു. ചില വിഷാംശം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും. ഒരുപക്ഷെ അകാലത്തിലുള്ളൊരു മരണമാണ്. ഒരു 45 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. രോഗങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിലെത്തി പാടുകയും അവർക്കൊപ്പം ഒരാളായി നിൽക്കുകയും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും പുറത്തു കാണിക്കുകയും ചെയ്തിരുന്ന മണിയാണ് പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരെയും വിട്ടുപോകുന്നത്. ഇത്തരം വാർത്തകളൊക്കെ തന്നെയും ഈ അസ്വാഭാവികതയൊക്കെ തന്നെയും ഈ ദുഃഖത്തിൻ്റെയൊക്കെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നുണ്ടോ സമീർ? സൗമ്യ, അത്തരത്തിലുള്ള ഒരു ദുഃഖം തന്നെയാണ് ആളുകൾക്ക് ഈ കാര്യം വിശ്വസിക്കാൻ കഴിയാത്തത്. 45-കാരൻ തങ്ങളുടെ കൂടെ എപ്പോഴും ഓടിച്ചാടി എല്ലാ ദുഃഖങ്ങളിലും സജീവമായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. ആ വ്യക്തിയുടെ വിയോഗം തങ്ങൾക്ക് അങ്ങേയറ്റം വിശ്വസിക്കുക അസാധ്യമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ വിശ്വസിക്കാതെ മാർഗമില്ല എന്നുള്ളത് കൊണ്ട് വളരെ വിഷമത്തോടെ, വളരെ സങ്കടത്തോടു കൂടിയാണ് ആ സത്യം അവർ ഉൾക്കൊള്ളുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആ ദുരൂഹതയെ തുടർന്നുള്ള അന്വേഷണവുമെല്ലാം പുരോഗമിക്കുന്നു. ഇന്ന് രാവിലെ കലാഭവൻ മണിയുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഔട്ട് ഹൗസിൽ പോലീസും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും ഡോക്ടറും എക്സൈസ് സംഘവും പരിശോധന നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. കലാഭവൻ മണി അദ്ദേഹത്തിന്റെ ഔട്ട് ഹൗസിൽ വെച്ചുകൊണ്ടാണ് രക്തം ഛർദ്ദിക്കുന്നതും ഇവിടെ നിന്നാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് മാറുന്നതും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണമായതുകൊണ്ട് തന്നെ ചാലക്കുടി പോലീസും ചേരാനെല്ലൂർ പോലീസും കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇന്ന് രാവിലെയോടെ ഫോറൻസിക് വിദഗ്ധർ എത്തുകയും അതോടൊപ്പം തന്നെ സംഘവും പോലീസും എത്തി പരിശോധന നടത്തുകയും ആ പരിശോധനയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഒരു അങ്ങേയറ്റം ഒരു സങ്കടം നിറഞ്ഞ ഒരു മരണം പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്.